എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വേദയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഡോക്ടർ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. വേദ തനിച്ച് റൂമിരിക്കുന്ന കണ്ടിട്ട് കൂടെ ആരുമില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. മുമ്പ് പലതവണ ഇവിടെ ചെക്കപ്പിന് വന്നപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, വീട്ടുകാരും കൂടെ കണ്ടിട്ടില്ല, എന്തേ ആരും വരാത്തെന്നാണ് ഡോക്ടറിന്റെ ചോദ്യം. ഹസ്ബൻഡിനെ ഇതുവരെ കണ്ടില്ലോ. ഹസ്ബൻഡ് എന്തേലും ചോദിക്കുമ്പോൾ മറുപടി പറയാൻ മടിച്ചു നിൽക്കുന്ന വേദയെ കണ്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പറയുന്നു, ഹസ്ബൻഡ് പുറത്തായിരിക്കും അല്ലേ, എബ്രോഡ്. അത് കേട്ടപാടെ വേദ ശരി വെക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരോ എന്ന് ഡോക്ടർ എടുത്ത് ചോദിക്കുമ്പോൾ വീണ്ടും മറുപടി പറയുന്ന നഴ്സാ. ഡോക്ടറിനിപ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ലേ, ഇത് മറ്റതാ ലവ് മാരേജ്. വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ഡെലിവറിയുടെ സമയത്ത് അവരെ അറിയിക്കാനായിട്ട് ഇവരുടെ അഭിമാനം അനുവദിക്കുന്നില്ല. ജോലി ഉള്ളതുകൊണ്ട് ഈ കുട്ടി ഇവിടെ തന്നെ നിന്നാണ്. ഹസ്ബൻഡിലാണെങ്കിൽ പെട്ടെന്ന് ലീവും കിട്ടി കാണത്തില്ല, അതായിരിക്കും സംഭവിച്ചത് അല്ലേ എന്നാണ് നഴ്സും ഡോക്ടറും ഒരേപോലെ വേദിയോട് ചോദിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും വിട്ടുപറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് വേദി അത് ശരിവെക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം വേദയെ ആശ്വസിപ്പിക്കാൻ നിന്നോണം ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. വേദ നോക്കിക്കോ, വേദയും കുട്ടിയെയും ഡെലിവറിക്ക് ശേഷം കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വേദയുടെ വീട്ടുകാർ തന്നെ നേരിട്ടെത്തും. ഇതേ സമയം കോർട്ടിൽ വെച്ച് ദർശനെ കാണാനായിട്ട് ശ്രീകാന്ത് വന്നിരിക്കുകയാണ്. ശ്രീകാന്തിനോടായി ദർശൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് അപ്പോൾ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചോ? അതേ എന്നാണ് ദർശനോടായി മറുപടി പറയുന്നത്. വീഡിയോയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അതായത് വേദ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ കാര്യം നമ്മൾ രണ്ടും മാത്രം ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതിയെന്നാ ശ്രീകാന്ത് പറയുന്നത്. വേദയുടെ ഉദ്ദേശം മറ്റൊന്നും ആയിരിക്കത്തില്ല, കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടേണ്ട സമയമാകുമ്പോഴത്തേന് കുഞ്ഞുമായി പ്രത്യക്ഷപ്പെടാനായിരിക്കും. അതുവരെ നമ്മളിൽ നിന്നെല്ലാം മറിഞ്ഞിരിക്കാനായിരിക്കും അവൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ദർശൻ ഇക്കാര്യം ഒരിക്കലും ആരോടും പുറത്തു പറയരുത്. മറുപടിയെ ദർശൻ, അല്ലെങ്കിലും എനിക്ക് സ്വത്തിലും മറ്റു കാര്യത്തിലൊന്നും തീരെ താല്പര്യമുള്ളതല്ല. ഇതിപ്പോൾ അവൾ എൻ്റെ അച്ഛനെ കൊന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ കൂട്ടുനിൽക്കുന്നത്. എങ്കിലും പണ്ട് തൊട്ടേ അവൾ എന്നെ അവഗണിച്ചിട്ടേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ ഒരു തരുമ്പ് പോലും കാണിച്ചിട്ടില്ല. മുമ്പ് ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങി അവൾ എന്നെ അപമാനിക്കുകയും ചെയ്തു. എന്നിട്ടും ഞാനതൊക്കെ ക്ഷമിച്ച് അവൾക്കൊരു നല്ല സുഹൃത്തെന്നോണം ഇത്രയും നാൾ അവളുടെ കൂടെ നിന്നു. പക്ഷെ അവൾ എന്താ ചെയ്തത്? ആ വിക്രമിനെ കൂട്ടുപിടിച്ച് എൻ്റെ അച്ഛനെ കൊന്നു. ഇതിനുള്ള മറുപടി എന്നോണം ശ്രീകാന്ത്, നീ കേട്ടിട്ടില്ലേ കംസന്റെ കഥ? സഹോദരിയുടെ 8ാമത്തെ പുത്രനാ കംസനെ വധിക്കാനായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെയോ കടിഞ്ഞൂൽ കൺമണി തന്നെയായിരിക്കും എന്റെ കാലിനായി വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വേദയുടെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച ശേഷം പിരിയാൻ തുടങ്ങവേ ദർശൻ തന്നെ ശ്രീകാന്തിനെ ഒരു കാര്യം കാണിക്കുന്നു. ഇതാ നോക്കിക്കേ, ആരാ വരുന്നതെന്ന്. സ്വന്തം മരുമകനെ പുറത്തിറക്കാൻ വേണ്ടി ജഡ്ജിയുടെ കോട്ടുപേക്ഷിച്ച് വക്കീൽ കുപ്പായം പറഞ്ഞ സാക്ഷാൽ നിങ്ങളുടെ അച്ഛൻ തന്നെ. ഞാൻ അങ്ങോട്ട് പോകുക, ഇനി ആവശ്യമില്ലാത്ത ഒരു സംസാരം തുടങ്ങുമെന്ന് പറഞ്ഞ് ദർശൻ പോകാൻ തുടങ്ങുന്നു. അതറിഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ തന്നെ നിൽക്കാനാണ് ദർശനോട് ആവശ്യപ്പെടുന്നത്. കണ്ടതുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ അവർക്ക് നേരെയാണ് വരുന്നത്. അവരുടെ നേർക്ക് ശ്രീകാന്ത് പരിഹാസസ്വരങ്ങൾ ഓരോന്നായി ഉയർത്തുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, സ്വന്തം മരുമകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കോട്ടിട്ട് വന്നേക്കുന്നു. ഇതൊന്നും വകവയ്ക്കാതെ ശങ്കരനാരായണൻ അവരോട് പറയുന്നുണ്ട്, ഞാനിപ്പോഴും വിക്രം ഇത് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല. അഥവാ വിക്രമിന്റെ കൈ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അബദ്ധവശാൽ പറ്റിയതായിരിക്കും. എന്തൊക്കെയായാലും ഇതൊക്കെ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്നാണ് അവർ രണ്ടുപേരോടെ പറയുന്നത്. ഈ സമയത്താണ് ദർശന്റെ ഗുമസ്തം വന്ന് കേസ് വിളിക്കാറായെന്ന് പറഞ്ഞ് ദർശനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദർശൻ പോയ ശേഷമാകട്ടെ ശ്രീകാന്താണ് ശങ്കരനാരായണനോട് സംസാരിക്കുന്നത്. ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും കരുതിയിരുന്നോ, വിക്രത്തിനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ദർശൻ ചെയ്തോളും. വേറൊരാളുണ്ടല്ലോ മറിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ മകള്, അവളെ ഞാൻ താമസിച്ചത് തന്നെ കണ്ടെത്തുമെന്ന് ശ്രീകാന്ത് വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ, നിന്നെ കൊണ്ട് ഒരു കാലത്തും അങ്ങനൊന്നും നടക്കില്ല, അവള് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തക്കതായ എന്തോ പദ്ധതി അവൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ശക്തമായി അവൾ തീർച്ചയായും തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നാണ് ശങ്കരനാരായണൻ ശ്രീകാന്തിനോടെ പറയുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം ശ്രീകാന്ത് അവസാനമായി ഒന്നുകൂടി പറയുന്നു, ഒരിക്കൽ കൂടി ഞാൻ ആ പണിക്കത്തെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നെങ്കിൽ നിങ്ങളുടെ മകളായ വേദയുടെ കൈ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവളെ ഫ്രീസറിലടക്കിയിട്ട്. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ വേദയുടെ റൂമിലുള്ള മറ്റേ പേഷ്യന്റ് കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ ഹസ്ബൻഡും ഡൽഹിയെ തന്നെ വിറപ്പിക്കുന്ന പോലീസ് ഓഫീസറിനെ കണ്ടതുകൊണ്ട് തന്നെ വേദയെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടുന്നു. ഓഫീസറിന്റെ ഫോണിലേക്ക് പലതവണ കോള് വരുന്നത് കണ്ടിട്ട് അയാളുടെ അമ്മ പറയുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക, എന്തിനാണ് അറ്റൻഡ് ചെയ്ത് വിടുന്നത്? ഒന്നുമല്ലമ്മേ, എന്നെ ഓഫീസിലേക്ക് വിളിക്കുകയാണെന്നാണ് അയാൾ അമ്മയോടെ പറയുന്നത്. പിന്നെ നിനക്ക് പൊക്കൂടെ, ഇവിടെ ഇപ്പോ ഞാനില്ലേ? മറുപടി അദ്ദേഹം, എന്തായാലും ഡോക്ടർ വന്ന് കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ഈ സമയത്താകട്ടെ ശ്രീകാന്തിനെ കാണാനായിട്ട് ഒരു പോലീസ് ഓഫീസർ വന്നിരിക്കുകയാണ്. അയാളോട് ശ്രീകാന്ത് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, എന്താണോ ഇത്, എത്ര നാളായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ഇതുവരെ നടന്നില്ലല്ലോ. ആ വിക്രമിനെ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് തീർക്കാൻ പറ്റുന്ന ആരുമില്ലേ നിങ്ങളുടെ ജയിലില്? മറുപടി ഓഫീസർ, അത് നാളെ ഒരാള് പരോള് കഴിഞ്ഞ് തിരിച്ച് കയറുന്നുണ്ട്, അതിനെപ്പറ്റി കൂടി ഒന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഓഫീസർ ശ്രീകാന്തിനോട് പറയുന്നത്. ഇനിയിപ്പോൾ വന്നേക്ക് തന്നെ അയാളെ കൂട്ടിയിട്ടാ, സാറിന് വേണമെന്നുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് പ്രിസൺ ഓഫീസർ പുറത്തേക്ക് പോകുന്നു. അതിനായിട്ട് ശ്രീകാന്ത് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീകാന്ത് ആകട്ടെ അയാളെ പറഞ്ഞ് വിക്രമിനായുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ച് പൈസയും ഉറപ്പിക്കുന്നു.
അവളുടെ ശ്രീകാന്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഒട്ടും വൈകിപ്പിക്കാതെ ജയിലിൽ ചെന്നപാടെ ഉടനെ തന്നെ കാര്യം നടത്തണം. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. വേദിയുടെ റൂമിൽ തന്നെ തൊട്ടടുത്ത ബെഡിലായിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള രാധികയുടെ ഭർത്താവിന്റെ അമ്മ ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മകൾക്ക് കൊടുക്കാനാണ് നോക്കുന്നത്. അവർ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വേദിയുടെ അടുത്തേക്കാണ് അവർ അതുമായി എത്തുന്നത്. വേദിയെ പയ്യെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവർ നിർബന്ധിച്ച് വേദിയെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. വേദി അങ്ങനെ രാധികയുടെ ഓരോ വിശേഷങ്ങൾ അവരോടെ തിരക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിന് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ, പക്ഷേ മോള് റിക്കവറായി വരാൻ ഇനി സമയം എടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. വേദിയോടാകട്ടെ അമ്മ പയ്യെ മനസ്സ് തുറക്കുകയാണ്. അവരുടെ മകനെയും മരുമകളെയും ഭർത്താവിനെയൊക്കെ പറ്റിയിട്ട് വേദി ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഒറ്റപ്പെടലില്ലേ, അതുപോലെ മുമ്പൊരിക്കൽ താനും തനിച്ചായി പോയിട്ടുണ്ടെന്നൊക്കെ അവർ വേദിയോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വേദി ഒരിക്കലും തളരരുത്. ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്കാണ് കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരാൻ പോകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.